ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ, നിങ്ങൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മറ്റാർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചു കൊടുക്കണമെന്നുണ്ട്, വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലോ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മാറ്റാന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്ര മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് അത് നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. മാത്രമല്ല നമുക്ക് ചില ടെക്സ്റ്റുകൾ, നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടുന്ന ചില ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, ആ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വേഗം ഹാൻഡ് റൈറ്റിംഗിലേക്ക്, നമ്മൾ കൈകൊണ്ട് എഴുതിയ പോലെ ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഹാൻഡ് റിട്ടൺ അല്ല, അതായത് നമ്മൾ കൈകൊണ്ട് എഴുതിയ കാര്യങ്ങളെ നമുക്ക് ടെക്സ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റാനും പറ്റും. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. DTP കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എഴുതിയതാണെങ്കിൽ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രൊജക്ട് വർക്കൊക്കെ നമുക്ക് നേരെ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊന്ന് ഫോട്ടോസ് നമ്മുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഒരു ഹാൻഡ് റിട്ടൺ ഫോർമാറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാം, അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ കൈയക്ഷരം കൊണ്ട് എഴുതിയ കാര്യങ്ങൾ, അതായത് ഹാൻഡ് റിട്ടൺ ഫോർമാറ്റുകളൊക്കെ മറ്റാർക്കെങ്കിലും നമ്മൾ വാട്സപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ വെബ്സൈറ്റുകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒന്ന്, ഞാൻ രണ്ടാമത്തെ വെബ്സൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല. കാരണം ഏതാണെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ, ഒന്നാമത്തെ, രണ്ടാമത്തെ, ഇവിടെ രണ്ടാമത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയുന്നുണ്ട് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ടൈപ്പ് ഓർ പേസ്റ്റ് ടെക്സ്റ്റ് ഹിയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത്, ഇത് ഇപ്പോൾ ഉള്ള ഓട്ടോ ആയിട്ട് വന്നിരിക്കുന്ന ഈ ടെക്സ്റ്റിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു, അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പേജ് പ്ലെയിൻ ആണ്, ഇവിടെ ഇതിലൊന്നുമില്ല, കണ്ടന്റുകളൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ടെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാൻ അതിന് പകരം ഞാനൊന്ന് ഗൂഗിളിലൊന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു വിക്കിപീഡിയ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ചൊരു ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യാണ്. വിക്കിപീഡിയ സൈറ്റിൽ നിന്ന് ഞാനൊരു ടെക്സ്റ്റ് കുറച്ച് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനെ ഞാൻ ഈ ഒരു പേജിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഈ ഒരു ടെക്സ്റ്റിനെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇതൊരു ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റിലുള്ള പ്രിന്റ് ചെയ്ത ഫോർമാറ്റ് നമ്മൾ കൈയക്ഷരം പോലെ ആയി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് ഏത് ടൈപ്പ് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നോക്കുക. കണ്ടില്ലേ, ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കുറേ ടൈപ്പ്, ഏകദേശം ഒരു 10ഓളം ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് 1, ഹാൻഡ് റൈറ്റിംഗ് 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടില്ലേ, അതിനനുസരിച്ചിട്ട് നമ്മുടെ കൈയക്ഷരത്തിന് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത മാറ്റർ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ഫോർമാറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. പിന്നെ അതിനുശേഷം ഇവിടെ താഴെ ഫോൺ സൈസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഫോൺ സൈസ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. എത്ര വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഒരു 10 ആണെങ്കിൽ 10 കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾ ഇങ്ക് കളർ ചോദിക്കുന്നുണ്ട്. ബ്ലൂ, ബ്ലാക്ക്, റെഡ്, ഈ 3 കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്നുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പേപ്പർ സൈസ് A4 ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുക, കണ്ടില്ലേ, റെഡ് കളറിലേക്കൊക്കെ വന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ താഴെ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മൾ ഹാൻഡ് റൈറ്റിംഗിലേക്ക്, ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലേക്ക് ആക്കിയത് കണ്ടില്ലേ, ജസ്റ്റ് താഴെ ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഗാലറിയിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ നേരെ വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലായിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയക്ഷരത്തിൽ എഴുതിയതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാവും. ഇവിടെ കണ്ടേ, ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗിൽ നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ ഫോർമാറ്റ്, അതായത് നിങ്ങൾ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റാനും പറ്റും. അതിനും നമുക്ക് ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ടെക്സ്റ്റ് ടു ഇമേജ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും വെബ്സൈറ്റും നമ്മുടെ ഗൂഗിൾ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ടു ഇമേജ് ആക്കാൻ പറ്റും, ഇമേജ് ടു ഹാൻഡ് റിട്ടൺ ആക്കാൻ പറ്റും. എല്ലാ ഫോർമാറ്റും നമുക്ക് ഗൂഗിൾ തന്നെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്.